നല്ല നെയ്ച്ചോറ് ചിക്കൻ പെരട്ടും പിന്നെ അച്ചാറ് എന്നാ ടേസ്റ്റ് അല്ലേ. ഹലോ നമസ്കാരം, ഇന്ന് ഗീതേച്ചിയാണ്. ഇന്നൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. കറിയും നല്ല ഇതിനൊക്കെ ദോശയൊക്കെ കൂട്ടിയാലും ഞാൻ കാണിച്ചു തരാം. നല്ല പെരട്ട് പോലത്തെ ഒരു തുള്ളി വെള്ളം ചേർക്കാത്തൊരു ചിക്കൻ കറി ചെയ്തട്ടെ. നമുക്കൊന്ന് നല്ല നോക്കിയാലോ. അത്ര നല്ലോണം ചൂടായിട്ടുണ്ടേ. നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് കൊടുക്കലോ. വെളിച്ചെണ്ണ വെച്ചേ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അടുത്ത് നമുക്ക് പെരിഞ്ചീരകം. അളവൊന്നും പറയുന്നില്ല, അതിൽ ചിക്കനിന്റെ അളവ് പോലെ എടുത്തോളൂ കേട്ടോ. ഞാനിപ്പോ ഒരു സ്പൂൺ ഇട്ടേ ഒന്നത് മൂത്ത് വരും. ജീരകെല്ലാം പൊട്ടിയേ. ഇനി ഉള്ളി എന്താ വലിയുള്ളി കുഞ്ഞുള്ളി ഉണ്ട്. കുഞ്ഞുള്ളി കുറച്ച് വലിയുള്ളി അധികം. ആകൃതിയൊന്നുമില്ല കേട്ടാ. ഷേപ്പില് മുറിച്ചാൽ എങ്ങനെയായാലും ഷേപ്പിൽ മുറിച്ചാലും ഇല്ലെങ്കിലെല്ലാം ഉള്ളി ഉണ്ടല്ലോ നല്ല വാടി കഴിയുമ്പോൾ ഒരേ ഷേപ്പായിരിക്കും. അതുകൊണ്ട് ഷേപ്പ് ഒന്നും വേണ്ട. നമുക്കിത് നല്ലോണം വാടട്ടെ. ഉള്ളിയിലൊന്ന് വാടി മയം വന്നിട്ടുണ്ടേ. 2 തക്കാളി ഉണ്ട് കേട്ടാ. ഇഷ്ടമുള്ള രീതിയിൽ മുറിക്കാം. ഇതെങ്ങനെ ഇതോ കേട്ടാ. മഴയിലുണ്ടോ മക്കളോ നിങ്ങളുടെ നാട്ടില്? നമുക്കിവിടെ മഴയുണ്ട്, നല്ല ചൂടാണ്. ഇത് നമുക്ക് പൊടികൾ ചേർക്കേ. പൊടിയേ ഒരു ഇതാ ഒരു 1/2 സ്പൂണ് അധികം ഇടേ. മഞ്ഞപ്പൊടി ചിക്കനിലൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഒരു 1.25 സ്പൂണ് മുളക് പൊടി. പിന്നെ ഇതാ ഒരു 2 സ്പൂണ് നിറച്ച് മല്ലി. ഇതൊന്ന് നമുക്ക് ഒന്ന് അതിന്റെ പച്ചമണം മാറ്റിയെടുക്കാം. തക്കാളി ഉള്ളിൽ നല്ലോണം വാടിയേ. ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. ഒന്നും ഞാനിത് ചെയ്തിട്ട് ഒരു ചെറിയ സ്പൂൺ വിനാഗിരി വെച്ചിട്ട് ഒരു സോഫ്റ്റ്നെസ് കിട്ടും നല്ല ചിക്കന്. നമുക്കിതിൽ ഇങ്ങോട്ട് ഇടാം. കളക്കെ നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ തീ അധികം ഒന്നും കൂട്ടാൻ പാടില്ല. നല്ല സമയം പണി ചിക്കനായി കിട്ടാൻ കേട്ടോ. കാരണം നമ്മൾ വെള്ളം എന്ന് പറഞ്ഞ സാധനം ഇടി ചേർക്കുന്നില്ല. ചിക്കൻ തന്നെ നല്ല വെള്ളം ഇറങ്ങി വരും. എനിക്ക് ഇതാണ് പാകം. ഇത് ഇട്ട് വെക്കാം കേട്ടോ. ഇതിനൊന്നും കൂടി മിക്സാക്കി ഇളക്കിയിട്ട് ചെറിയ തീയിൽ അടച്ചു വെക്കാം. തുറന്നു നോക്കേ. കണ്ടില്ലേ? ഒന്നും വെള്ളം ചേർത്തിട്ടാ. പറഞ്ഞ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഒരു തുള്ളി വെള്ളം ചേർത്തിട്ട് പിന്നെ ഉണ്ടല്ലോ മീഡിയത്തിലിട്ടിട്ട് ഇങ്ങനെ വെക്കാൻ പാടില്ല. വെള്ളം ചേർക്കാണ്ട് ചിക്കൻ കറി വെക്കുമ്പോ ഇല്ലെങ്കിൽ വെള്ളത്തിന് പോലെ കരി വരും. നമുക്കുണ്ടല്ലോ ഇതിൽ എന്തെങ്കിലും ഇനി ചേർക്കാനുണ്ട്. കുരുമുളക് ചേർക്കാനുണ്ട്. വേറെ മസാല ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടാ. പിന്നെ പെരിഞ്ചീരകം അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ചേർത്തില്ല. ഇനിയിപ്പോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കണം. ചിക്കനിൽ ഇറങ്ങി വെള്ളമെല്ലാം ഇങ്ങനെ വറ്റാൻ തുടങ്ങി. ഇനി നമുക്കെന്നാ ചേർക്കേണ്ടറിയാം. ഇതാ എല്ലാവരും ആദ്യം ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്ന് ചതച്ചതാണ്. അരിയൊന്നും ചെയ്യണ്ട. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏറ്റവും ലാസ്റ്റിൽ ഇടുന്നേ. വെള്ളം വറ്റാൻ വേണ്ടി പോകുന്ന സിമ്മിലിടണം. പിന്നെ ഇതിൻ്റെ കൂട്ടിലിതാ ഒരു സ്പൂണ് നിറച്ച് മുളക് പൊടി. കുരുമുളക് പൊടിയാ. മുളക് പൊടിയില്ല, കുരുമുളക് പൊടി. ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് ഇതൊരു മണം വരുന്നുണ്ട്. നല്ല മണമില്ല ഉണ്ണി? മണം വരുന്നില്ല. ചാറൊന്നും ഉണ്ടാവില്ല. നല്ല പെരടൻ പോലെ ആയിട്ടാണ്. ഇനി ഒന്ന് സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് അടങ്ങനെ നിൽക്കട്ടെ. നല്ലൊരു മണം. അത് പറഞ്ഞറിയിക്കെങ്കിലും നോക്കിയിട്ട് നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ എന്താ നമ്മളെ ചിക്കൻ പെരട്ടോ എന്ത് പഠിതാ. ഇനി മല്ലേശം മല്ലിച്ചപ്പേ അതങ്ങനെ കട്ടും. അതുപോലെ നല്ല നല്ല കറിവേപ്പില അങ്ങനെ ഈർന്നിട്ട് ഇങ്ങനെ നിറച്ച് അങ്ങനെ ഇടുക കേട്ടാ. കുറക്കുകയുടെ ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ നനക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. അങ്ങനെ നമ്മളെ ചിക്കൻ കറി റെഡി. നോക്കിയിട്ട് നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് എന്തൊരു മണാന്ന് പറഞ്ഞാൽ കണ്ടില്ലേ. അങ്ങനെ നമ്മളെ ചിക്കൻ കറിയെല്ലാം റെഡി ആയി. നോക്കിയിട്ട് നല്ലൊരു തുള്ളി വെള്ളം പോലും ചേർക്കത്തില്ല. അടിപൊളി ചിക്കൻ കറി. ചൂടെല്ലാം പോയി കേട്ടാ. വെച്ച് നോക്കണേ. പിന്നെ ഉണ്ടല്ലോ നെയ്ച്ചോറ് നാക്കിനെ നല്ല നെയ്ച്ചോറ് ചിക്കൻ പെരട്ടും പിന്നെ അച്ചാറ്. എന്നാ ടേസ്റ്റ്. ലേസ് അച്ചാർ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ചിങ്ങനെ ആക്കുക. പിന്നെ ഇങ്ങനെ തിന്നാം. അടിപൊളി ടേസ്റ്റാണ്. സൂപ്പർ. നല്ല തറവാടി ചിക്കൻ കറി. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ.